അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട മഹല്ല് നിവാസികളെ, നമ്മുടെ മഹല്ല് അല്ലെങ്കിൽ നമ്മുടെ ദീന് നമ്മൾ വിശ്വസിക്കുന്നത് അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ അടിയുറച്ച് വിശ്വസിക്കുന്ന കൂട്ടരാണല്ലോ. അതിൽ തർക്കമില്ലല്ലോ. അത് സമസ്തന്റെ കീഴിലുമാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രസിഡന്റ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ കീഴിലാണ് നമ്മുടെ മഹല്ല് നമ്മളെല്ലാവരും നിലകൊള്ളുന്നത്. അതിൽ ഉപരി ഇപ്പോ നമ്മുടെ ഈ ഒരു സമസ്തന്റെ കീഴിൽ തന്നെ നമ്മൾ ആദ്യമൊക്കെ കേട്ടിട്ടുള്ളത് സമസ്തന്റെ പോഷക സംഘടനയായിട്ട് അറിയപ്പെടുന്നത് ആകെ രണ്ടെണ്ണുള്ളൂ. ഇതൊക്കെ നിലവിലുണ്ടെങ്കിൽ പോലും സുന്നി മഹല്ല് ഫെഡറേഷനും പിന്നെ ഈ പറയപ്പെട്ട SYS-ഉം SKSS-ഉം SKSB SKJ ഒക്കെ എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കേട്ടറിവുണ്ടായിരുന്നത് എന്തുള്ളായിരുന്നു? SYS-ഉം SKSS-ഉം. ഇപ്പൊ അതാണ് മുമ്പന്തിയിൽ കിടക്കുക. SMF സുന്നി മഹല്ല് ഫെഡറേഷൻ. എന്തിന്റെ പേരിലാ? അപ്പോ എന്തൊക്കെ പുറത്തുകൾ നടന്നോട്ടെ, മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലും പണ്ഡിതന്മാരിലും നേതാക്കന്മാരിലും ഒക്കെ നടന്നോട്ടെ, അത് അവിടെ ഇങ്ങോട്ട് ഒരു മഹലൂക്കളും ആ ഒരു പേരും പറഞ്ഞുകൊണ്ട് വരരുത്. ഈ മഹല്ലത്തേക്ക് ഈ മഹല്ല് നിവാസികളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കാനോ വിഭാഗീയത ഉണ്ടാക്കാനോ അത് ആർക്കും നല്ലതാവില്ല. അത് ഉണ്ടായി തുടങ്ങിയോണ്ടാണ് ഇപ്പൊ ഇങ്ങനെ പറയേണ്ട കാര്യം. ഇപ്പൊ ഈ സുന്നി മഹല്ല് ഫെഡറേഷൻ ആണ് ഈ SMF. എന്താണ് SMF? എന്താണ് സുന്നി മഹല്ല് ഫെഡറേഷൻ? മഹല്ലിന്റെ ശാസ്ത്രീകരണവും അതിന്റെ പരിപാലനവും അതിന്റെ കമ്മിറ്റി ഭാരവാഹികളായിട്ടുള്ള നേതൃത്വത്തിൽ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിലും മുമ്പതിൽ വരേണ്ടത് ആണോ അല്ലേ? നമ്മുടെ മഹല്ലിന്റെ പ്രസിഡന്റ് ഇപ്പോൾ നടക്കുന്നത് കണ്ടംപറമ്പിൽ അബൂബക്കറാക്കയാണ്. മൂപ്പർക്ക് SMF-ൽ പിന്നെ മെമ്പർഷിപ്പ് ഇല്ല. അത് ഒന്നാമത്തെ തെറ്റ്. രണ്ടാമത് വൈസ് പ്രസിഡന്റ് ആയി കിടക്കുന്നത് മഞ്ഞക്കണ്ടൻ സൈദാക്കയാണ്. മൂപ്പർക്ക് മെമ്പർഷിപ്പ് ഇല്ല. ജോയിന്റ് സെക്രട്ടറി ഒന്ന് നമ്മുടെ പിന്നെ അബ്ബാസാക്കയാണ്, കരിനച്ചീത്തെ. മൂപ്പർക്ക് മെമ്പർഷിപ്പ് ഇല്ല. രണ്ടാമത്തെ ജോയിന്റ് സെക്രട്ടറി ആലുങ്ങൽ കരീമെന്ന നാണയാക്കയാണ്. മൂപ്പർക്ക് മെമ്പർഷിപ്പ് ഇല്ല. ട്രഷറർ കൈതവളപ്പം ഉമ്രാക്കാണ്. മൂപ്പർക്ക് മെമ്പർഷിപ്പ് ഇല്ല. അപ്പൊ ഇവിടെ കുറച്ച് ആൾക്കാർ ഓൽക്കന്നെ എല്ലാം അറിയുള്ളൂ, ഓൽക്കന്നെ ദീനും പിന്നെ അള്ളാഹും പടച്ചോനും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ, ഓൽക്ക് മാത്രമേ ഇതിനൊക്കെ പറ്റി നേതൃത്വവും കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ എന്നൊരു നിലയിലാണ്. അത് തുടരാനാണ് ഭാവമെങ്കിൽ നമ്മുടെ മഹല്ലത്തിലും ഭിന്നിപ്പും വിഭാഗീയതയും കത്തറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് എന്തെങ്കിലും ഒരു തുടക്കമിടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പിന്മാറിക്കോളി. ഇത് സ്നേഹത്തോടെ നല്ലതിലേക്ക് സൗഹാർദ്ദത്തോടു കൂടി പിന്നെ അതപോടുകൂടി തന്നെ. പക്ഷേ ഈ ഒരു സ്ഥാനത്ത് ഇരിക്കണോണ്ട് എനിക്ക് പറയാല്ലത് പറയല്ല നിർവാഹമല്ല. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ഗ്രൂപ്പിൽ കാണുന്ന മെസ്സേജുകളും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ ഇതാക്കണം ഒന്നിന് ഡിസ്ലൈക്ക് വരെ വന്നിരിക്കണം. അപ്പൊ ഇവരൊക്കെ ഉള്ളിൽ എന്തത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കാൻ മതി. എന്തിന്റെ പേരില് മതപണ്ഡിതന്മാർ എന്തെങ്കിലും ഇവർക്കാർക്കെങ്കിലും എന്തെങ്കിലും ചെയ്തോ? ഇവർ ഒന്നല്ലെങ്കിൽ രണ്ടാമത്തിൽ സോഷ്യൽ മീഡിയയിൽ പറയും മതപണ്ഡിതന്മാർ മതനിയമങ്ങൾ പറയുന്നു. പിന്നെ മതപണ്ഡിതന്മാർ മതനിയമങ്ങളല്ല. പിന്നെ ഇതുവരെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? എന്തിനു വേണ്ടിയിട്ടാണ് ഈ മതപണ്ഡിതന്മാരൊക്കെ മുമ്പിൽ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ട് പിന്നെ ഓരോ ജോലിയിൽ നിന്നും അവരെ പിന്നെ മറ്റുള്ള സ്ഥാനമാനങ്ങളിൽ നിന്നൊക്കെ പുറത്താക്കിയിട്ടുണ്ടാക്കിയിട്ടൊക്കെ ഉള്ളത് എന്തിന്റെ പേരിൽ? ഇതൊക്കെ നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വ്യത്യസ്തമായിക്കൊണ്ട് എല്ലാവർക്കും ഉണ്ടാവും. അതൊക്കെ ഇന്ത്യൻ ജനാധിപത്യ രാജ്യത്ത് അവനവന് സ്വാതന്ത്ര്യമുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യമല്ല നാട്ടിൽ നമ്മളൊക്കെ ജീവിക്കണം. ഇന്ന് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവിടെ രാഷ്ട്രീയ കാര്യങ്ങളോ ഒന്നും നോക്കാതെ നമ്മളൊക്കെ ഒന്നിക്കണമുണ്ട് അല്ലേ? അതൊക്കെ ആ വഴിക്ക് വിടുക. നമ്മുടെ ഈ മഹല്ലത്തിൽ ദീന് അള്ളാഹുവിന്റെ ഭവനത്തിൽ അള്ളാഹുവിന്റെ വീട്ടിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്ഥാനമാനങ്ങൾക്കോ അധികാരത്തിനോ സമ്പാദികം ഉണ്ടാക്കാനൊന്നുമല്ല. നാളെ പരലോകത്തേക്ക് ഉണ്ടാക്കുന്ന വിജയത്തിനും ഇവിടെ ഈ ഒരു ഇതിൽ നമ്മുടെ പിന്നെ ജീവിതത്തിൽ പിന്നെ അതിന്റെ പൊരുത്തവും കുരുത്തവും പിന്നെ റഹ്മത്തും ബർക്കത്തും ഒക്കെ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് അല്ലേ? അല്ലാതെ മറ്റുള്ള പിന്നെ എന്തെങ്കിലും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അതിന് നേട്ടം ഉണ്ടാക്കാനും സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണോ? അതൊന്നും അല്ല. ഏതെങ്കിലും കുറച്ച് ചില വ്യക്തികൾക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തിന് അതിനൊന്നും ഇവിടെ ഒരു യോജിപ്പില്ല, അതിനേറ്റ കൂട്ടുക്കില്ല. അപ്പൊ കൂടുതലൊന്നും പറയല്ല, ഇത്ര ഇതിലൊക്കെ പറയാനുള്ളൂ. അപ്പൊ ഗ്രൂപ്പിലും തന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കാര്യങ്ങൾ മെസ്സേജ് കാര്യങ്ങളൊക്കെ വിടുമ്പോഴും കാര്യങ്ങളിലും ഒക്കെ ഇത് ചെയ്യുക. ഈ കാര്യങ്ങൾ ഇത്ര പറയല്ലാതെ കുറെ ആയി പറയുന്നതിന് വോയിസ് കുറച്ച് കൂടി പോയതിൽ എല്ലാവരും ക്ഷമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.